കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് ഇപ്പോൾ തിരുവനന്തപുരം നോർത്ത് എന്നറിയപ്പെടുന്ന കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് ഇന്ന് കൊച്ചുവേളിയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് കൊല്ലത്ത് നിന്നാണ്. കൊല്ലത്ത് നിന്ന് ആഴ്ചയിൽ വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും സർവീസ് നടന്ന ഒരു ട്രെയിൻ ഉണ്ട്. ട്രെയിൻ നമ്പർ 0677 കൊല്ലം കന്യാകുമാരി മെമു എക്സ്പ്രസ് സ്പെഷ്യൽ. അത് രാവിലെ ഒരു 11:35 എടുത്ത് ഒരു 12:57 നമ്മുടെ കൊച്ചുവേളിയിലേക്ക് എത്തും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ ട്രെയിൻ യാത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുവേളിയിൽ നിന്ന്. അപ്പോൾ ബാക്കി ട്രെയിനിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ പറയാം. അതിനു മുമ്പ് നമ്മുടെ കൊച്ചുവേളിയുടെ ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മുടെ തിരുവനന്തപുരം കന്യാകുമാരി ബൈപ്പാസ് റോഡിൽ നിന്ന് ഒരു 1.25 കിലോമീറ്ററും തിരുവനന്തപുരത്തെ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്നും ഒരു 8 കിലോമീറ്ററും അകലെയാണ് നമ്മുടെ ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഓൾറെഡി ഞാൻ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ യാത്ര അപ്പോഴും ആരംഭിക്കുന്നത് കൊച്ചുവേളിയിൽ നിന്നാണ്. ഇൻഡോർ വീക്കിലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ നമ്മൾ എറണാകുളം ജംഗ്ഷൻ വരെ പോയ ഒരു വീഡിയോ ചെറുതായിട്ട് ഞാനൊന്ന് അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടേരാൻ ഞാൻ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഒട്ടും സമയം കളയാതെ നമ്മുടെ ഇന്നത്തെ യാത്രാ വിശേഷവും നമ്മൾ ഇന്ന് പോകുന്ന ട്രെയിൻ ഏതാണെന്നും നമുക്ക് നേരെ പോവാം അങ്ങോട്ടേക്ക്. ഞാൻ നമുക്ക് പോകേണ്ട ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞ് വരാൻ നേരത്തെ അപ്പുറത്തൂടെ പോകുന്ന ആ ട്രെയിൻ കണ്ടോ, കണ്ണൂർ ജനശതാബ്ദിയാണ്. തിരുവനന്തപുരം സെൻട്രലായിട്ട് പോവുക. ഇവിടുന്ന് സെറ്റായിട്ട് ഇനിയിപ്പം തിരുവനന്തപുരത്ത് നിന്ന് സെറ്റായിട്ട് നേരെ കണ്ണൂർക്ക് പോകും. നമ്മളെ ട്രെയിൻ സ്പോട്ട് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കും കണ്ണൂർ ജനശതാബ്ദി ഇൻട്രൊഡക്ഷൻ തെറ്റിക്കാനായിട്ട് ക്രോസ് ചെയ്തങ്ങ് പോയി. എന്നിരുന്നാലും പോട്ടെ, ഇനിയിപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ട്രെയിൻ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ 06429 നാഗർകോവിൽ ഇൻ്റർസിറ്റി സ്പെഷ്യൽ ട്രെയിൻ. ഈ ട്രെയിനിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. അതായത് കൊച്ചുവേളിയിൽ നിന്ന് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ്. ഒരാൾക്ക് വരുന്നത് 45 രൂപയാണ് ഇതിന് ടിക്കറ്റ് ചാർജ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുവേളിയിൽ നടക്കുന്ന ഈ ട്രെയിൻ ഏകദേശം 15ഓളം സ്റ്റോപ്പുകൾ കവർ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 സ്റ്റോപ്പും കവർ ചെയ്ത് ട്രെയിൻ കൊണ്ട് നിർത്തുന്ന പ്ലാറ്റ്ഫോംസിലെ രണ്ട് സൈഡും കാണിച്ച് ഒരു വീഡിയോ എടുക്കാനാണ്. നമ്മുടെ ഇന്നത്തെ ഫുൾ യാത്ര ഒന്ന് സെറ്റാക്കി എടുക്കാനാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഉദ്ദേശം. അതുകൊണ്ട് ചിലപ്പോൾ ലെങ്ത് കൂടിപ്പോകാനും കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടില്ലേ, റൈഡ് ഷെയറിംഗ് ഉള്ള ട്രെയിനാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ട്രെയിനില്ലേ, കൊച്ചുവേളിയിൽ നിന്ന് നാഗർകോവിലോട്ട് പോകുന്ന ഇതേ ട്രെയിൻ തന്നെയാണ് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് SMVT ബംഗളൂരുലോട്ട് പോകും. അതായത് ട്രെയിൻ നമ്പർ 17235 17236 പോവുകയും ചെയ്യും, തിരിച്ചു വരികയും ചെയ്യും. അതേ ട്രെയിൻ തന്നെ നമ്മുടെ SMVT ബംഗളൂരിൽ നിന്ന് കാക്കിനാട ടൗൺ വരെ പോകുന്നുണ്ട്. അത് ശേഷാദ്രി എക്സ്പ്രസ് ആയിട്ട് ട്രെയിൻ നമ്പർ 17209 ട്രെയിൻ നമ്പർ 17210 റിട്ടേൺ ട്രെയിൻ. അതേപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചുവേളി നാഗർകോവിൽ വണ്ടിയില്ലേ, അതും തിരിച്ച് റിട്ടേൺ സർവീസ് ഉണ്ട്. ട്രെയിൻ നമ്പർ 06430 ആയിട്ട്. അത് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് രാവിലെ 6:25 എടുത്തു കഴിഞ്ഞാൽ ഒരു 8:45 നമ്മുടെ കൊച്ചുവേളിയിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു പിടി കിട്ടി കാണുമല്ലോ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിനിൻ്റെ ഒരു ഡീറ്റെയിൽസ്. മാത്രമല്ല ഇന്ന് 45 രൂപയാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് കൊച്ചുവേളിയിൽ നിന്ന് നാഗർകോവിൽ വരെ. പക്ഷേ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന സ്ലീപ്പറല്ല. അതെന്തുവാ കാര്യം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:40 എടുക്കുന്നത്. നമുക്ക് എന്തായാലും സ്ലീപ്പർ കോച്ചിലോട്ടൊന്ന് കയറാം. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര പഴമയുണ്ട് കേട്ടോ, ഭയങ്കര പഴയത് തന്നെ. പക്ഷേ അകത്തോട്ട് കയറി നോക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല. അടിപൊളിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നിരുന്നാലും കുഴപ്പമില്ല, നല്ലതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാഗർകോവിൽ ഇൻ്റർസിറ്റി സ്പെഷ്യലേ അൺറിസർവ്ഡ് ആയിട്ടുള്ള ട്രെയിനാണ്. പക്ഷേ നമുക്ക് സ്ലീപ്പർ യാത്ര ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ആൾക്കാരൊക്കെ കയറി സ്ലീപ്പറിലൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഏത് കോച്ചസിൽ വേണമെങ്കിലും നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം. എന്നരുത് AC കോച്ചിലൊന്നും കയറി ഇരുന്നാളല്ലേ. AC കോച്ച് ഓപ്പൺ ആക്കിയിട്ടില്ല, അത് അടച്ചാൻ വെച്ചേക്കുവാന്ന്. എന്നാലും കയറി ഇരിക്കാനൊന്നും നോക്കരുത്. സ്ലീപ്പറിൽ പിന്നെയും കുഴപ്പമില്ല, നമുക്ക് കയറി ഇരിക്കാം. അപ്പോൾ ഇതാണ് സ്ലീപ്പർ ക്ലാസ്. നമ്മുടെ ട്രെയിൻ എടുക്കാനായിട്ട് നമുക്കിനി ഒരു 10-20 മിനിറ്റോളം ഉണ്ട്. ഞാൻ നൈസായിട്ട് പുറത്ത് ഒരു വെള്ളം കുടിക്കാൻ പോവുകയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു കടയുണ്ടേ. അപ്പോഴത്തേക്കും ഇവിടുന്ന് ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂടാണ്, നല്ല തണുത്തൊരു സാധനം എടുത്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ്, ഞാൻ എന്താ കാണിച്ചു തരാം. കണ്ടില്ലേ, അങ്ങനെ നല്ല തണുത്ത നാരങ്ങകളിലൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചാണിത്, ജനറൽ കമ്പാർട്ട്മെൻറ്റ്. എന്നിരുന്നാലും എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ദാ വന്നൊരു സൈഡ് എമർജൻസി വിൻഡോയുടെ അടുത്തൊരു സീറ്റ് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ചാർജിങ് പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, റെഡി ആയിട്ടുണ്ട് പോകാൻ. ഓൺ ടൈമിൽ തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. നാഗർകോവിൽ ഇൻ്റർസിറ്റി സ്പെഷ്യൽ 1:40 തന്നെ ഉച്ചയ്ക്ക് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്ന ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിൻ. ആൾക്ക് വരുന്നത് 45 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അൺറിസർവ്ഡ് ആയിട്ടുള്ള ട്രെയിനാണ്. അപ്പോൾ കറക്റ്റ് 1:40 തന്നെ നമ്മുടെ ട്രെയിൻ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അഥവാ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. കാരണം കൊച്ചുവേളിയിൽ നിന്ന് എടുക്കുന്ന വണ്ടി ഏകദേശം 15ഓളം സ്റ്റോപ്പുകളുണ്ട് നാഗർകോവിൽ ജംഗ്ഷൻ വരെ. ഒരു 4:25 ആകുമ്പോഴത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാ സ്റ്റേഷൻസും കവർ ചെയ്യുന്നത്. എല്ലാം കൊച്ചു കൊച്ചു സ്റ്റേഷൻസാണ്. തിരുവനന്തപുരം സെൻട്രൽ കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരുപാട് ചെറിയ സ്റ്റേഷൻസുകളും ഉണ്ട്, മീഡിയം സ്റ്റേഷൻസുകളും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ
ബാത്റൂമൊക്കെ കുഴപ്പമില്ല കേട്ടോ, ക്ലീനാണ് അത്യാവശ്യം. ഓക്കെ, കണ്ടില്ലേ, ക്ലീൻഡാണ്, കുഴപ്പമില്ല. ചില ട്രെയിനിൻ്റെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിനകത്തൊക്കെ വെള്ളം വരുന്നുണ്ടോ? തുള്ളിയായിട്ട് വെള്ളങ്ങൾ വരുന്നു. വെള്ളം ഉണ്ടേ. ചില ട്രെയിനുകളുടെ ബാത്റൂം സീനറി കണ്ടു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഐറ്റങ്ങളൊക്കെ കാണാം. എന്നിരുന്നാലും അതുപോലത്തുള്ള ഐറ്റങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കൊള്ളാം, അത്യാവശ്യം വൃത്തിയും ക്ലീനും ഒക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ഇനി നമ്മുടെ ട്രെയിൻ യാത്രയിലോട്ട് പോകാം. നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന സ്റ്റേഷൻസൊക്കെ കണ്ട് പോവാം. ആദ്യത്തെ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം പേട്ടയാണ്. കൊച്ചുവേളിയിൽ നിന്ന് നമ്മുടെ ഈ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യമത്തെ സ്റ്റേഷൻ തിരുവനന്തപുരം പേട്ടയിലാണ് സ്റ്റോപ്പ്. അവിടെ എത്തിയിരിക്കുകയാണ്. 2 പ്ലാറ്റ്ഫോമും 2 ട്രാക്സൊക്കെ ഉള്ള നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ തിരുവനന്തപുരം പേട്ട. ഇതാണ് ഇപ്പുറത്തെ സൈഡ് പ്ലാറ്റ്ഫോമിൻ്റെ, കണ്ടില്ലേ. ഇനി നമുക്ക് പതുക്കര നടന്ന് അപ്പുറ സൈഡിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ മാറിയാണ് ഈ സ്റ്റേഷൻ, അതായത് തിരുവനന്തപുരം പേട്ട സ്റ്റേഷൻ. പൊതുമേഖലയിലെ യാത്രക്കാരുടെ സൗകര്യത്തിനും തിരുവനന്തപുരം സെൻട്രലിലെ തിരക്ക് കുറയ്ക്കുന്നതിനുമായിട്ട് നമ്മുടെ കൊല്ലം ദിശയിൽ നിന്ന്, അതായത് വടക്ക് നിന്ന് വരുന്ന മിക്ക ട്രെയിനുകളും ഇവിടെ നിർത്തുന്നുണ്ട്. തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടും ഇൻ്റർനാഷണൽ ടെർമിനലിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇത്, നമ്മുടെ തിരുവനന്തപുരം പേട്ട. അപ്പോൾ പേട്ടയും കഴിഞ്ഞ് പോവുകയാണേ. 1:45 കഴിഞ്ഞിട്ടുണ്ട് പേട്ട സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ. സെൻട്രലിലോട്ട് എത്തിയിട്ടാ, നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനത്തോട്ട് എത്തിയിരിക്കുകയാണ്. ക്യാപിറ്റൽ ഓഫ് കേരള തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. സമയം 1:55 ആയിട്ടുണ്ട്. 2ാമത്തെ സ്റ്റോപ്പാണ്, അതായത് 2ാമത്തെ സ്റ്റേഷനാണ്. കൊച്ചുവേളിയിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം പേട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം സെൻട്രലാണ് നമുക്ക് സ്റ്റോപ്പ് ഉള്ളത്. സമയം 1:52, 55 ആയി എന്ന് തന്നെ പറയാം. അപ്പോൾ അനന്തപത്മനാഭൻ്റെ മണ്ണിലേക്ക്, നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ ക്യാപിറ്റൽ ഓഫ് കേരള തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ്. വൺ ഓഫ് ദ ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ കേരള എന്ന് തന്നെ പറയാം. വളരെ തിരക്കേറിയതും ഒരു ദിവസം 2 ലക്ഷത്തോളം യാത്രക്കാർ ഡെയിലി വന്നു പോകുന്നൊരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിലൊന്നാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്താണ് ഈ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത്. അതായത് കറക്റ്റ് വർഷവും തീയതിയും പറയാൻ നിന്ന് കഴിഞ്ഞാൽ 1931 നവംബർ 4 സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. കൂടാതെ തന്നെ നമ്മുടെ ന്യൂഡൽഹി, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, മാംഗ്ലൂർ, കൊൽക്കത്ത, എറണാകുളം, കൊല്ലം, വർക്കല, ഗുരുവായൂർ തുടങ്ങിയ പ്രമുഖ സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്നും ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് വന്ന് പോവുകയാണ്. ഒരു 5 മിനിറ്റോളം ഇവിടെ ഉണ്ടായിരുന്നു ട്രെയിൻ. ഇപ്പോൾ ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ട്. 2 മണി 2:01 ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം അടുത്ത സ്റ്റേഷൻ വരുന്നത് നേമം സ്റ്റേഷനാണ്. ഇങ്ങനെ അങ്ങ് പോട്ടെ എന്തായാലും. അപ്പോൾ ഇനി നേമം സ്റ്റേഷൻ്റെ ഏതെങ്കിലും ഒരു പരിസരത്തെത്തിയിട്ട് നമുക്ക് കാണാം. നമ്മുടെ ട്രെയിൻ നേമം സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് എത്താറായപ്പോഴത്തേക്കും ഒന്ന് സ്ലോ ആയി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ട്രെയിൻ എന്തെങ്കിലും ക്രോസ് ആകാൻ വേണ്ടിയിട്ടായിരിക്കും. നോക്ക്, ട്രെയിനകത്തൊന്നും ആരും ഇല്ല. കുറച്ച് നേരമായിട്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. നേമം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഉണ്ട്. നിങ്ങൾക്ക് നെയിം ബോർഡ് കാണാൻ പറ്റുന്നു? ഞാൻ ദേ സൂം ചെയ്തൊന്ന് കാണിച്ചു തരാം. കണ്ട, നേമം റെയിൽവേ സ്റ്റേഷൻ്റെ നെയിം ബോർഡ്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ട്, ട്രെയിൻ ക്രോസിംഗ് ഉണ്ട്. ഇപ്പോൾ സമയം ഒരു 2:20 ആയിട്ടുണ്ട്. നമ്മുടെ കോട്ടയം എക്സ്പ്രസ് ആയിരിക്കും ക്രോസ് ചെയ്യാൻ വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. നോക്കാം എന്തായാലും. ഞാൻ പറഞ്ഞില്ലേ, കോട്ടയം എക്സ്പ്രസ് ആണ് വരുന്നത്. നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് കോട്ടയം വരെ പോകുന്ന ട്രെയിൻ നമ്പർ 16366 ട്രെയിൻ ക്രോസ് ചെയ്ത് പോവുകയാണ് നേമം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അതുകൊണ്ടാണ് നമ്മുടെ ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടിരുന്നത്. പിന്നെ നേമം റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ 2 പ്ലാറ്റ്ഫോമും 2 ട്രാക്കുകളൊക്കെയുള്ള നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. 1979 തുറന്നു കൊടുത്തെങ്കിലും 2019 പുനർനിർമ്മിച്ചൊരു റെയിൽവേ സ്റ്റേഷനാണ് നേമം റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ തിരുവനന്തപുരം സൗത്ത് ടെർമിനൽ എന്ന് അറിയപ്പെടുന്ന നേമം റെയിൽവേ ടെർമിനൽ തിരുവനന്തപുരം നഗരത്തിന് സേവനം നൽകുന്ന 6 റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ 2ാമത്തെ ഉപഗ്രഹ സ്റ്റേഷനായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഞാൻ നൈസിന് എന്തായാലും അകത്ത് കയറി സ്ലീപ്പർ ക്ലാസ്സിലോട്ടൊന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ട സ്ലീപ്പറിലൊക്കെ ആൾക്കാരിരിക്കുന്നത്. ഇത് നമ്മളെ സ്ലീപ്പർ കോച്ചാണ്, സ്ലീപ്പർ കമ്പാർട്ട്മെൻ്റ് ആണ്. അപ്പം നേമം റെയിൽവേ സ്റ്റേഷനിലും എത്തി. നല്ല വെയിലും ഉണ്ട്. ദേ അവിടെ അപ്പുറത്തെ സൈഡിലായിട്ട് നമ്മളെ നെയിം ബോർഡിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് പണി നടക്കുന്നേ കണ്ടോ. ഇപ്പം ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനിലും പണിയാണ്. ദേ അവിടെ JCB മണ്ണെല്ലാം മാന്തി ലോറിക്കകത്ത് സെറ്റാക്കി ഇടുന്നു. നമ്മൾ അടുത്ത റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തിയിരിക്കുകയാണ്. ബാലരാമപുരം എന്ന് പറയുന്ന വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ, ഒരു ട്രാക്ക് മാത്രമുള്ള
വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ബാലരാമപുരം. ഇത് സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ ഒരു ചെറിയ ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ ബാലരാമപുരം. ഇതേ അപ്പുറത്തൊന്നും ഒന്നുമില്ല, കണ്ടില്ലേ. സമയം 2:26 ആയപ്പോഴേക്കും നമ്മൾ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചുവേളിയിൽ നിന്ന് 1:40 എടുക്കുന്ന വണ്ടി തിരുവനന്തപുരം പേട്ടയിൽ നിർത്തി, തിരുവനന്തപുരം സെൻട്രലിൽ നിർത്തി, നേമം സ്റ്റേഷനിൽ നിർത്തി ഇതേ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ് നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനാണ്. ഓക്കെ, ഞാൻ ചുമ്മാ ഇങ്ങനെ സ്ലീപ്പർ കോച്ചസിൽ കൂടെ അങ്ങ് നടക്കുക, കണ്ടില്ലേ, ഫ്രീ ആണ്. അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് ചിലപ്പോൾ ആൾക്കാരൊക്കെ കണ്ടാവും, 1, 2, 3 പേരൊക്കെ കാണും. അപ്പോൾ അടുത്ത സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2:31 നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് നെയിം ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല, അടിപൊളി വെയിൽ. അപ്പം നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ കവാടമായി ഈ സ്റ്റേഷൻ പ്രവർത്തനം ചെയ്യുന്നൊരു സ്റ്റേഷനാണ് നമ്മുടെ നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ. നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ നിന്ന് 1.25 കിലോമീറ്റർ ദൂരെയാണ് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പം നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് കിടക്കുന്ന ഒരു ട്രെയിൻ അവിടെ കിടക്കുന്നല്ലോ. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്ന നമ്മുടെ തിരുവനന്തപുരം ഇൻ്റർസിറ്റിയാണെന്ന് തോന്നുന്നു. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രലിൽ പോകുന്നത് മറ്റേ റൈഡ് ഷെയറിംഗ് ഒക്കെ ചെയ്യുന്ന നമ്മളെ ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഇല്ലേ, ആ ട്രെയിനാണെന്ന് തോന്നുന്നു. ഇവിടെ കിടക്കുക നമ്മുടെ എവിടാ, നെയ്യാറ്റിൻകര തിരുവനന്തപുരം സെൻട്രൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ് തന്നെ. ആ ട്രെയിൻ തന്നെ നമ്മുടെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് വന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ്. നമുക്ക് എന്തായാലും ഇപ്പുറത്തോട്ടൊന്ന് നോക്കാം പ്ലാറ്റ്ഫോം നമ്മുടെ ട്രെയിനിൻ്റെ നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ്റെ. തിരുവനന്തപുരം നോർത്തിന് ശേഷമുള്ള ഏറ്റവും തിരക്കേറിയ 4ാമത്തെ റെയിൽവേ സ്റ്റേഷനും ജില്ലയിലെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന 6ാമത്തെ റെയിൽവേ സ്റ്റേഷനുമാണ് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ. 2 പ്ലാറ്റ്ഫോമും 2 ട്രാക്കുകളൊക്കെ ഉള്ള നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ് നെയ്യാറ്റിൻകര. അപ്പം നമ്മുടെ ട്രെയിനും പോകുന്നുണ്ട്, തിരുച്ചിറപ്പള്ളിയും പോകുന്നുണ്ട്, അതായത് തിരുവനന്തപുരം ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും. കണ്ടില്ലേ, നമ്മളെ ട്രെയിനും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. 2 ട്രെയിനും ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അപ്പോൾ സമയം ഇപ്പം എനിക്ക് തോന്നുന്നു, സമയം നോക്കട്ടെ, സമയം 2:35 കഴിഞ്ഞ് 2:35. ഇനി അടുത്ത വരുന്ന സ്റ്റേഷൻ അമരവിള എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ 45 രൂപയുടെ ടിക്കറ്റും എടുത്ത് സ്ലീപ്പർ ക്ലാസ് യാത്ര ചെയ്യുവാണേ. 78 കിലോമീറ്റർ ദൂരം ഉള്ളെങ്കിലും കൊള്ളാം. നെയ്യാറ്റിൻകര അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതുപോലൊരു ആറ് കണ്ട്. പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് നെയ്യാറ്റിൻകരയ്ക്കും അമരവിള റെയിൽവേ സ്റ്റേഷനും ഇടയിലായിട്ടെ. അറിയാവുന്നവരുണ്ടേ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമ്മളിത് അമരവിള റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സമയം പറഞ്ഞു കഴിഞ്ഞാൽ 2:40 ആയിട്ടുണ്ട്. അമരവിള റെയിൽവേ സ്റ്റേഷൻ വളരെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ, ഒറ്റ ട്രാക്ക് മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര പട്ടണത്തിലെ ഒരു ചെറിയ ഗ്രാമമാണ് ഏതാ നമ്മുടെ അമരവിള. ഇപ്പുറത്തെ സൈഡിലായിട്ട് കാണിക്കാൻ ഒന്നുമില്ല, കാട് മാത്രമേ ഉള്ളൂ. അത് ചൂട് കൊണ്ടെല്ലാം വരണ്ട് നിൽക്കുന്നു. മാത്രമല്ല വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, വാളയാർ കഴിഞ്ഞാൽ കേരളത്തിലെ 2ാമത്തെ വലിയ ചെക്ക് പോസ്റ്റുള്ള സ്ഥലമാണ് അമരവിള. അമരവിള നെയിം ബോർഡ് കണ്ടോ നിങ്ങൾ? ഇനി അടുത്ത സ്റ്റേഷൻ വരാൻ പോകുന്നത് ധനുവജപുരം. ധനുവജപുരം ഒരു 2:45 ആകുമ്പോഴത്തേക്കും എത്തുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് നാഗർകോവിൽ ഇൻ്റർസിറ്റി സ്പെഷ്യലിൽ. ധനുവജപുരം സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വളരെ ചെറിയൊരു ഗ്രാമമാണ് ധനുവജപുരം. അതുപോലെ തന്നെ വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ധനുവജപുരം എന്ന് പറയുന്ന ഈ റെയിൽവേ സ്റ്റേഷനെ. നെയ്യാറ്റിൻകരയുടെ വിദ്യാഭ്യാസ കേന്ദ്രം എന്നും ധനുവജപുരം അറിയപ്പെടുന്നു. കാരണം ഇവിടെ ധാരാളം കോളേജുകളും സ്കൂളുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ധനുവജപുരം. അപ്പോൾ നിങ്ങൾ ഇപ്പം പ്ലാറ്റ്ഫോം 1 കണ്ടല്ലോ, ആ ഒറ്റ ട്രാക്കേ ഉള്ളൂ. ഇപ്പുറത്തെ കണ്ടില്ലേ, ഫുള്ള് കാടാണ്, ഒന്നുമില്ല കാണാൻ. ഖതം. ധനുവജപുരമൊക്കെ കഴിഞ്ഞൊരു ചെറിയ കറുവൊക്കെ അടിച്ച് നമ്മുടെ ട്രെയിൻ യാത്രയാവുകയാണ്. ഇനി എങ്ങോട്ടാണെന്നറിയാമോ? പാറശാലയിലേക്ക്. പാറശാല റെയിൽവേ സ്റ്റേഷനാണ് ഇനി നമ്മുടെ അടുത്ത ടാർഗറ്റ്. നെയിം ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇതേ പാറശാല. 2:50 ആയപ്പോഴേക്കും നമ്മൾ പാറശാല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കറക്റ്റ് സമയം പറഞ്ഞു കഴിഞ്ഞാൽ 2:50 ആയിട്ടുണ്ടേ. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിലാണ് ഈ സ്ഥലം ഉള്ളത്. അതായത് നമ്മുടെ പാറശാല റെയിൽവേ സ്റ്റേഷനും പാറശാല സ്ഥലവും. പാറശാല കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം കഴിഞ്ഞു, തമിഴ്നാട് തുടങ്ങുവാണ്. അപ്പോൾ ഇനി തൊട്ടുള്ള വരുന്ന സ്റ്റോപ്പ് സ്റ്റേഷനുകളും എല്ലാം തമിഴ്നാടാണ്. കേരളത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ പാറശാല റെയിൽവേ സ്റ്റേഷൻ. ഇത് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഒരേ സമയം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയുടെ ആരംഭം കളിയാക്കവിളയിൽ അടയാളപ്പെടുത്തുന്നു. അതിനാൽ ഈ പ്രദേശത്തിൻ്റെ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ ഈ സേവനം നൽകുന്നു. 2 പ്ലാറ്റ്ഫോം 2 ട്രാക്കുകളുള്ള ഒരു നല്ല റെയിൽവേ സ്റ്റേഷനാണ് ഏതാ നമ്മുടെ പാറശാല റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് പാറശാല റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയാനുള്ളത്. ഇനി ഇതിലും കൂടുതൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടൊന്ന്
നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞിരുന്നാൽ മതി. അപ്പം കണ്ടില്ലേ, 2 സൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പാറശാല റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ ട്രെയിൻ കൊണ്ട് നിർത്തിയ പ്ലാറ്റ്ഫോം ആയാലും ഇപ്പുറ സൈഡ് ആയാലും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും തമിഴ്നാട്ടിലെ സ്റ്റേഷൻസൊക്കെയാണ് കേട്ടോ തുടങ്ങുന്നത്, ആരംഭിക്കുന്നത്. കേരളം കഴിഞ്ഞു, തമിഴ്നാട് തുടങ്ങി. നല്ല പൊരി വെയിൽ, തമിഴ്നാട്ടിലാണെങ്കിലും നല്ല പൊരി വെയിലാണ്. തമിഴ്നാട്ടിലെ ആദ്യത്തെ സ്റ്റേഷനും പിന്നെ ഈ പറയുന്ന കണക്ക് നമ്മുടെ ട്രെയിനിലെ 10ാമത്തെ സ്റ്റേഷനും 10ാമത്തെ സ്റ്റോപ്പായ കുഴിത്തുറൈ വെസ്റ്റ്, കുഴിത്തുറൈ എന്ന് തന്നെ ആണോ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് നിങ്ങൾ പറയണം, എത്തിയിരിക്കുകയാണ്. കുഞ്ഞനാണ് ആളെയും, കുഞ്ഞൻ റെയിൽവേ സ്റ്റേഷനാണ്. കന്യാകുമാരി ജില്ലയിലെ ഒരു സ്ഥലമാണ് ഏതാ നമ്മുടെ കുഴിത്തുറൈ എന്ന് പറയുന്നത്. അപ്പം ഇത് കുഴിത്തുറൈ വെസ്റ്റും ഉണ്ട്, കുഴിത്തുറൈ റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. ഇതിപ്പോൾ കുഴിത്തുറൈ വെസ്റ്റാണ്, ചെറിയ ഒരു കുഞ്ഞൻ റെയിൽവേ സ്റ്റേഷനാണ്. കണ്ടില്ലേ, ഒരു ട്രാക്ക് മാത്രം. പേര് കാണാൻ പറ്റുന്നുണ്ടോ നെയിം ബോർഡ്? ഇല്ലെങ്കിൽ ഇതേ അവിടെ ആയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ. നമ്മുടെ ട്രെയിൻ മൂവായി. സമയം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് സമയം 3 മണി ആയിട്ടുണ്ട്. 3 മണി ആയപ്പോഴേക്കും നമ്മൾ കുഴിത്തുറൈ വെസ്റ്റ് നെയിം ബോർഡ് കണ്ടില്ലേ, ക്രോസ് ചെയ്ത് പോവുകയാണ്. അതങ്ങോട്ട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് പോയത് നമ്മൾ 3 മണി ആയെങ്കിൽ താണ്ട് ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു 3 അങ്ങോട്ടായി കാണത്തേ ഉള്ളൂ. കുഴിത്തുറൈ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. സ്റ്റേഷൻ കോഡ് KZT ആണ്. കന്യാകുമാരി ജില്ലയിലെ 2ാമത്തെ വലിയ സ്റ്റേഷനാണ് ഈ കുഴിത്തുറൈ റെയിൽവേ സ്റ്റേഷൻ. മാത്രവുമല്ല, കന്യാകുമാരി റെയിൽവേ റൂട്ടിനിടയിൽ, അതായത് തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ റൂട്ടിനിടയിലാണ് കുഴിത്തുറൈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 2 പ്ലാറ്റ്ഫോമും 2 ട്രാക്കുകളൊക്കെ ഉള്ള നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ കാണിച്ചു തരാം, വണ്ടി നിർത്തട്ടെ. കണ്ടില്ലേ, പണിയൊക്കെ നടക്കുക. ഇനി അപ്പുറ സൈഡ് കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ 2ാമത്തെ വലിയ സ്റ്റേഷനാണ്, അത് ഓർമ്മ വേണം, കുഴിത്തുറൈ റെയിൽവേ സ്റ്റേഷൻ. ഇതേ നോക്കിക്കേ, സ്ലീപ്പറിലൊന്നും ആരുമില്ല. സ്ലീപ്പർ കോച്ചിൽ അടിപൊളിയായിട്ട് യാത്ര ചെയ്ത് വരാം. 45 രൂപ ടിക്കറ്റിൽ. കണ്ടില്ലേ. ഇനിയിപ്പോൾ എൻ്റെ ഒരു ശരിക്കുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു 4:30 ആകുമ്പോഴത്തേക്ക് നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തും. അപ്പം നമ്മുടെ കന്യാകുമാരി മെമു എനിക്ക് ചിലപ്പോൾ കിട്ടും കൊല്ലത്തോട്ട് പോകാനേ. അതിൽ കയറി തിരിച്ചിങ്ങി വരണം, അതാണ് പരിപാടി. എന്തായാലും ഈ ട്രെയിൻ നാഗർകോവിൽ ജംഗ്ഷനിൽ എത്തി. ഇതങ്ങോട്ട് ഒതുക്കിയിട്ടാലേ നമ്മുടെ മെമു ഇങ്ങോട്ട് കയറി വരത്തുള്ളൂ, കന്യാകുമാരിയിൽ നിന്ന് എങ്ങോട്ടാ കൊല്ലത്തോട്ട് പോകാൻ. അതുകൊണ്ട് സമയമുണ്ട്, നമുക്കൊരു ചായ കുടിക്കാനുള്ള സമയമുണ്ട്. ഒരു ചായയും വടയൊക്കെ കുടിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ വരും. അതിൽ കയറി തിരിച്ച് കൊല്ലത്തോട്ട് നാട്ടിലോട്ട് വരണം. അതാണ് എൻ്റെ ശരിക്കുള്ള ഇന്നത്തെ യാത്രാ പ്ലാൻ. ഇനിയിപ്പോൾ തമിഴ്നാട് തുടങ്ങിയോണ്ട് തമിഴ്നാടിൻ്റേത് മാത്രമായിട്ടുള്ള കുറച്ച് ഭംഗികൾ കാണാം. തെങ്ങും തോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നല്ല പാടങ്ങളും, പിന്നെ കുറച്ച് അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഹിൽസൊക്കെ കാണാൻ പറ്റും. പിന്നെ ചൂട് സമയമായാലും നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. പള്ളിയടി എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അതായത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ പട്ടണമാണ് പള്ളിയാടി. വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. കാണിക്കാനൊന്നും നോക്കുവാണെങ്കിൽ നിൽക്കുക, അപ്പുറത്തെ സൈഡിൽ നോക്കട്ടെ, ആൾ നിൽക്കുന്നു. കണ്ടില്ലേ, ഒരൊറ്റ ട്രാക്ക് മാത്രമുള്ള ഒരു കുഞ്ഞൻ റെയിൽവേ സ്റ്റേഷൻ തമിഴ്നാട്ടിലാണ്. 12ാമത്തെ സ്റ്റേഷനും 3:45 ഇരണ്യൽ റെയിൽവേ സ്റ്റേഷൻ. തമിഴ്നാട് സംസ്ഥാനമായ കന്യാകുമാരി ജില്ലയിലെ കല്ലുകുളം താലൂക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മുടെ ഇരണ്യൽ റെയിൽവേ സ്റ്റേഷൻ. 2 പ്ലാറ്റ്ഫോമും 2 ട്രാക്കുകളും ഉള്ള നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ, വളരെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ്. മാത്രമല്ല നമ്മുടെ പ്രസിദ്ധമായ മണ്ടൈക്കാട് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലൊക്കെ പോകാനായിട്ട് ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഇരണ്യൽ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ അയ്യാരി ഇൻഡസ്ട്രീസ്, പത്മനാഭപുരം കൊട്ടാരമൊക്കെ ഇല്ലേ, എന്നിവയൊക്കെ വളരെ അടുത്താണ് സ്റ്റേഷൻ്റെ. അപ്പോൾ ഇപ്പുറ സൈഡാണ് നമ്മളെ ട്രെയിൻ കൊണ്ടിട്ടിരിക്കുന്ന സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം സൈഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, സ്ലീപ്പർ ക്ലാസ്. ഇത് ഇവിടെ അടുത്തായിട്ടൊരു അതെന്തോ സംഭവം, കുളമോ എന്തോ ഒരു സംഭവം. ഇത് ആർക്കെങ്കിലും നമ്മുടെ ഇരണ്യൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താട്ടോ. അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. എനിക്കറിയത്തില്ല, എന്നിരുന്നാലും കൊള്ളാം, ഒരു വൈബുണ്ട്. ഇളം വെയിലാ, എന്നാലും നല്ല ചൂടുണ്ട്. ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരമായിട്ട് നമ്മുടെ ഇരണ്യൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പിടിച്ചിട്ടുകൊണ്ടിരുന്നതാണ്. സംഭവം ഇത് ആരാ വരുന്നതെന്ന് അറിയാം, നമ്മുടെ പുനലൂരോട്ട് പോകുന്ന കന്യാകുമാരിയിൽ നിന്ന് പുനലൂരോട്ട് പോകുന്ന വണ്ടിയാണ്. സത്യം കൺഫ്യൂഷൻ ആയല്ലോ ഗൈസ്. അതായത് നമ്മുടെ പുനലൂർ എക്സ്പ്രസ് സ്പെഷ്യൽ 06640 ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ്. കന്യാകുമാരിയിൽ നിന്ന് പുനലൂരോട്ട് പോവുക ഈ ട്രെയിൻ. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റിംഗ് ആയിരുന്നു. കോട്ടയം എന്തായാലും ദേ നമ്മളും അങ്ങനെ ഇരണ്യൽ സ്റ്റേഷന് ബൈ പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഇനി അടുത്ത സ്റ്റേഷനിലേക്ക്. ഇരണ്യൽ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ അതേ ഒരു സംഭവം കണ്ട. ഇതിൽ നമ്മളെ മെറ്റിൽ പാറയല്ല, കൊച്ചു പാറ കഷ്ണങ്ങൾ കൊണ്ടുപോകുന്ന സംഭവം തോന്നുന്നു കേട്ടോ. ഇവിടെ ട്രാക്കിൽ കിടക്കുന്നു ഇപ്പുറത്ത്. അതിനകത്തെല്ലാം
സാധനങ്ങൾ സ്റ്റോക്കാന്ന് തോന്നുന്നു. കൊള്ളാം. അടുത്ത സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ ട്രെയിന്. വിരനിയല്ലൂർ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. തമിഴ്നാട്ടിലെ വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ റൂട്ടിനിടയിലാണ് ഈ സ്ഥലം. ഈ സ്റ്റേഷൻ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ദൂരമായിട്ട് മലകളൊക്കെ കണ്ടെന്നില്ല. ഇനി അങ്ങോട്ട് നാഗർകോവിലോട്ട് കയറുമ്പോഴത്തേക്കും ആ റൂട്ടാണല്ലോ ഇനി. അപ്പം നല്ല കാഴ്ചകളായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ വളരെ കുഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ്. കണ്ടില്ലേ നിങ്ങളത്? ഒരു പ്ലാറ്റ്ഫോമും ഒരു ട്രാക്കും മാത്രമുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ. അപ്പുറത്തൊന്നുമില്ല. അപ്പുറത്തുണ്ട്, പക്ഷേ കാട് വലിയ കാടൊന്നുമില്ല, പക്ഷേ കൊള്ളാം. കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ 13ാമത്തെ സ്റ്റേഷനായി കഴിഞ്ഞു, വിരനിയല്ലൂർ. ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെ ആണോ എന്ന് എല്ലാവരും ഒന്ന്, വിരനിയാണോ വിരനിയല്ലൂർ റെയിൽ. ഇതേ കണ്ടില്ലേ, ചൂട് സമയമാണെങ്കിൽ എന്ത് ഭംഗിയല്ലേ തമിഴ്നാടിൻ്റെ ആ ഒരു നാഗർകോവിൽ ഭാഗത്തോട്ടൊക്കെ കയറുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് മറ്റേതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം, ഞാൻ പറഞ്ഞ പ്രൊണൗൺസേഷൻ തെറ്റാണെങ്കിൽ. പ്രൊണൗൺസേഷൻ്റെ മറ്റേതാ വിരനിയല്ലൂർ. അപ്പോൾ നോക്ക് എന്ത് ഭംഗിയില്ലേ. നാഗർകോവിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാഗർകോവിൽ ടൗണിലോട്ടാണ് കയറുന്നത്. നിങ്ങൾ ഈ കാണുന്നത് തമിഴ്നാടിൻ്റെ ഒരു ഭംഗിയാണ്. വേനലാണെങ്കിലും എന്ത് ഭംഗിയായില്ലേ. അതുപോലെ തന്നെ ഈ ഹിൽസിൻ്റെ പേരൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾ ഈ കാണുന്നില്ലേ, നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിൽസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പേര് അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. ചൂടാണെങ്കിലും നല്ല രസമുണ്ട് യാത്ര ചെയ്യാൻ. അടിപൊളി, എന്ത് കാഴ്ചകളായില്ലേ. അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നാഗർകോവിൽ ടൗണിലേക്ക്, അതായത് നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് ഏകദേശം എത്തിയിരിക്കുകയാണ്. ഇതേ തെങ്ങിൻ തോപ്പുകളൊക്കെയായി. കണ്ടില്ലേ നെയിം ബോർഡ്, നാഗർകോവിൽ ടൗൺ. സമയം 4:15 കേട്ടോ. വൈകുന്നേരം 4:15 ആയിട്ടുണ്ട് നമ്മുടെ സമയം. നിങ്ങൾ നോക്കിക്കോണേ, ഈ ചൂട് കാലത്ത് എന്ത് ഭംഗിയായില്ലേ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ചുറ്റും പരിസരങ്ങളൊക്കെ കാണാൻ. തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേക ഭംഗി. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ഒന്ന് ആലോചിക്കുക, നമ്മുടെ കൊല്ലം ചെങ്കോട്ടെ റൂട്ടൊക്കെ. അയ്യോ, ആ റൂട്ട് ട്രാവൽ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രാവൽ ചെയ്യണേ, മസ്റ്റ് ട്രൈ. മിക്കവരും ചെയ്തിട്ടുണ്ടാവും, എന്നിരുന്നാലും പറയുക, തമിഴ്നാടിൻ്റെ ഒരു ഏറ്റവും അടിപൊളി ഭംഗിയുള്ള ഒരു ഏരിയയാണ്, ഒരു റൂട്ടാണ് ചെങ്കോട്ടെ, അങ്ങോട്ട് പോകുന്ന വഴി. ഇപ്പോൾ വേനൽക്കാലമാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഒരു പ്രത്യേക ഭംഗിയല്ലേ ഇവിടെയൊക്കെ. ഇനി ഇപ്പുറ സൈഡിലോട്ട് നോക്കാം. ഇതേ കണ്ടില്ലേ, തിരക്കൊക്കെ കുറവാണ്. തിരക്ക് കുറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ നാഗർകോവിൽ ടൗൺ. അപ്പം നമ്മുടെ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, വടശ്ശേരി ബസ് സ്റ്റാൻഡും നമ്മുടെ വെട്ടൂർണി മഠം അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസേഷൻ അറിയത്തില്ല. അതിനും വളരെ സമീപത്താണ് നമ്മുടെ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ. മാത്രമല്ല അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിന് ഇവിടെയാണ് സ്റ്റോപ്പ് ഉള്ളത്. അതെന്തായാലും യാത്രക്കാർക്ക് ചെന്നൈയിലെത്താൻ പറ്റിയ സമയത്തിന് വളരെ ഉപകാരപ്രദമായിട്ടാണ് കേട്ടോ ഇവിടെ സ്റ്റോപ്പ് വെച്ചേക്കുന്നത്, നമ്മുടെ നാഗർകോവിൽ ടൗണിൽ. ഇതേ നെയിം ബോർഡായി കണ്ടില്ല. അപ്പം മറ്റേ മഠത്തിൻ്റെ പേരും ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാനാണ്. അപ്പോൾ പറഞ്ഞത് തെറ്റിപ്പോയതിൻ്റെ ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ശരിക്കുള്ള നമ്മുടെ ഡെസ്റ്റിനേഷൻ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുക, നേരെ ചെല്ലുക. എന്നിട്ട് ഇതേ നിങ്ങൾ ആ സൈഡിലോട്ട് നോക്കി, ആ വീടൊക്കെ കണ്ടോ, കൊള്ളാമില്ലേ. ഈ തമിഴ്നാട്ടിലെ വീടുകളൊക്കെ ഒരുമാതിരി സ്ക്വയർ ഷേപ്പ് കണക്കത്തുള്ള വീടുകളാണ്. കാഴ്ചകളൊക്കെ നല്ലതാണ്. ഇതേ ഒരു കുളമാണോ ആറാണോ എന്ന് പറയാം, എന്താ കൊള്ളാം. എന്തായാലും ഈ ഒരു ചൂട് കാലത്ത് എന്തായാലും ഇത്രയും ഭംഗി ആസ്വദിച്ചൊക്കെ പോകാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇത്രയും വെയിലത്തെ കൊണ്ട് ഇപ്പം ഇവിടെ ചൂടുണ്ടെങ്കിലും കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് നമ്മുടെ തമിഴ്നാട് സൈഡിലോട്ട് കയറുമ്പോഴത്തേക്കും. പിന്നെ ഇനിയിപ്പം ഇതേ കണ്ടില്ലേ, പച്ചപ്പൊക്കെയായി മലകളും ഒക്കെ കണ്ട് നേരെ തമിഴ്നാട്ടിലോട്ട് കയറി നാഗർകോവിൽ. അതായത് നമ്മളെ പാറശാല കഴിയുകയാണ്. കേരളത്തിലെ പാറശാല കഴിയുമ്പോഴത്തേക്കും പിന്നെ തമിഴ്നാട് തുടങ്ങുകയാണ്. പിന്നെ ഇരണിയൽ റെയിൽവേ സ്റ്റേഷനായി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കാഴ്ചകളും തുടങ്ങുകയാണ്. അതായത് കണ്ട് ദേ നൈസായിട്ട് കയറി. ഇനിയിപ്പം എത്താറായി, നമ്മൾ ഏകദേശം എത്താറായി. ഇനിയിപ്പോൾ നാഗർകോവിൽ ജംഗ്ഷനിലോട്ട് ദേ എത്തി. കണ്ടില്ലേ, നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കറക്റ്റ് 4:28 ആയപ്പോഴത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കുക, ഒരു വട കഴിക്കുക, എന്നിട്ട് നമ്മുടെ കന്യാകുമാരി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് കന്യാകുമാരിയിൽ നിന്ന് കൊല്ലത്തോട്ട് വന്നൊരു മെമു ഉണ്ട്, ആ ഒരു വണ്ടി കയറി തിരിച്ചു പോവുക. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ യാത്ര എന്തുവാ കണ്ടില്ലേ നിങ്ങൾ, കൊച്ചുവേളിയിൽ നിന്ന് എല്ലാ സ്റ്റേഷൻസും കവർ ചെയ്ത് ഇവിടം വരെ എത്തുന്നത് നിങ്ങളെ കാണിക്കണമായിരുന്നു. നാഗർകോവിൽ ജംഗ്ഷൻ വരെ നമ്മുടെ മെയിൻ യാത്ര, ട്രെയിൻ യാത്ര ഇതായിരുന്നു. കൊച്ചുവേളിയിൽ നിന്ന് നാഗർകോവിൽ വരുന്ന ഈ യാത്ര, സ്ലീപ്പർ ക്ലാസ് 45 രൂപയുടെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മളിവിടെ വരുന്നത് നിങ്ങളെ ഒന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിക്കണമായിരുന്നു. ലെങ്ത് കുറച്ച് കൂടിപ്പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എല്ലാ സ്റ്റേഷൻസും കവർ ചെയ്ത് പിന്നെ സ്റ്റേഷൻസിനെ പറ്റി കുറച്ച് സംസാരിക്കുന്നതും കൂടെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അതേ അപ്പുറത്തെ സൈഡിലൊരു ട്രെയിൻ കിടപ്പുണ്ട്, അത് ഏതാണെന്ന് അറിയത്തില്ല. അങ്ങോട്ട് പോകാൻ എന്തായാലും നൈസിന് നടന്ന് നമ്മളതാണ്ട് സ്ലീപ്പർ ക്ലാസ്സിൽ നിന്നൊക്കെ പുറത്തിറങ്ങി നമ്മളെ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി. ഇവിടെ വെയിലുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ചൂട് ഇല്ല, കുറവാണ്.
ചൂട് കുറവാണ്. ഞാൻ വന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഇതിവിടെ ഓവർ ബ്രിഡ്ജ് ഉണ്ട്. ഓവർ ബ്രിഡ്ജ് കയറി നേരെ പ്ലാറ്റ്ഫോം നമ്പർ 1 പോകണേ. പ്ലാറ്റ്ഫോം നമ്പർ 1 ആണ് നമ്മുടെ മെമു വരുന്നത്, കന്യാകുമാരിയിൽ നിന്ന് വരുന്ന മെമു. അപ്പോൾ അവിടെ തന്നെ കടയും ഉണ്ട്. എന്തായാലും ഈ ട്രെയിൻ ഏതാണെന്ന് നോക്കാം അവിടെ അടുത്ത് പോയി. AC 3 ടയറിൻ്റെ അടുത്ത് താമ്പരം നാഗർകോവിൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, താമ്പരം നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് താമ്പരം പോകുന്ന ട്രെയിനാണേ. അപ്പോൾ നമ്മുടെ ട്രെയിൻ കിടക്കുന്നത് താമ്പരം ഇപ്പുറത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതേ ഈ ഓവർ ബ്രിഡ്ജ് കണ്ട, ഈ ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് വേണം നമുക്ക് അപ്പുറത്ത് പോകാൻ. നാഗർകോവിൽ ജംഗ്ഷനിൽ വന്ന് ഇപ്പോൾ ഈ ഓവർ ബ്രിഡ്ജ് കയറി അപ്പുറത്ത് പ്ലാറ്റ്ഫോം നമ്പർ 1 പോകും. അതിനു മുമ്പ് എനിക്ക് എവിടെയെങ്കിലും കുറച്ച് ചൂടുവെള്ളം എടുക്കണം. ഞാൻ കുപ്പിയും വെള്ളം കൊണ്ടുവരുമായിരുന്നു കേട്ടോ, പാക്ക് ചെയ്യുമായിരുന്നു. വെള്ളം കൊണ്ടുവന്നാണ് വരുന്നത് ഫുഡ് കൊണ്ടുവരുമ്പോൾ. വീട്ടിൽ നിന്ന് തന്നെ ഫുഡും കൊണ്ടുവരുന്നത്. പുറത്തോട്ട് പോകുമ്പോൾ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാറില്ല. ചായയോ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും പുറത്തുനിന്നുള്ള ഫുഡ് അടിയില്ല, ചായയോ വടയോ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വെജിറ്റേറിയൻ എന്തെങ്കിലുമൊക്കെ കഴിക്കത്തുള്ളൂ. അതായിരിക്കും എല്ലാവർക്കും നല്ലത്. ഇത് നിങ്ങളിത് കണ്ടില്ലേ, വസന്തം കാറ്ററിംഗ്. ഇത് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 ചായയും വടയൊക്കെ കിട്ടുന്നൊരു കടയാണ്. ഞാൻ ഇവിടുന്ന് ഒരു ചായ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ചായ, കൊള്ളാം. ചായയൊക്കെ നൈസാണ്, വടയും കൊള്ളാം, കുഴപ്പമില്ല. നല്ല ചൂട് വട. ഇത് കണ്ടില്ലേ, ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം 15. ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ട് വന്നത്. അതായത് സമയം 4:40 പുറത്തോട്ടൊന്ന് ഇറങ്ങാനാണ്. നാഗർകോവിൽ ജംഗ്ഷൻ്റെ പുറത്തെ ഒരു വ്യൂ ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് കാണിക്കാനായിട്ട് വരുക പുറത്തോട്ടെ. നല്ല വെയിലുണ്ട്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും ഒക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് ഒരു വ്യൂ കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നു പോകണം. അങ്ങ് ദൂരെയായിട്ടൊരു അമ്പലം. ഇതേ കണ്ട, നാഗർകോവിൽ ജംഗ്ഷൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാണ്. എങ്ങനെയുണ്ട്? നൈസല്ലേ? ഇളം വെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ മുമ്പേ ഒരു അമ്പലം കാണിച്ചില്ലായിരുന്നു, അതാണ്ട് ഇത് വിഘ്നേശ്വരൻ്റെ കേട്ടോ, ഗണപതിയുടെ. ഞാൻ ഇവിടെ ഓട്ടോച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഇനി ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ചായ കുടിച്ച് അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു വരുമ്പോഴത്തേക്കും ഇങ്ങനൊരു വഴി കാണാം. നമ്മൾ ഓവർ ബ്രിഡ്ജ് ഇറങ്ങി വന്നില്ലായിരുന്നു അപ്പുറത്തുനിന്ന്. ആ ഒരു സൈഡിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നതേ അവിടെ ഏതൊരു ചെറിയ കട, അത് വിട്. ഇതുകൊണ്ട് ടിക്കറ്റ് കൗണ്ടർ. ഇതാണ് നാഗർകോവിൽ ജംഗ്ഷൻ്റെ ടിക്കറ്റ് കൗണ്ടർ. അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് കാണിക്കുക. പിന്നെ ഞാനും കൂടെ വന്നുകൊണ്ടൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഏതാ, നമ്മൾ കൊച്ചുവേളിയിൽ നിന്ന് നാഗർകോവിൽ ജംഗ്ഷനിൽ വന്ന ഈ യാത്രയുണ്ടല്ലോ, ആ ട്രെയിനിൽ എല്ലാ സ്റ്റേഷൻസും കവർ ചെയ്ത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തുള്ള ട്രെയിൻ ജേർണീസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതേ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നിരിക്കുകയാണ്. നമ്മുടെ കന്യാകുമാരി കൊല്ലം മെമു 06773 നാഗർകോവിൽ ജംഗ്ഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നിരിക്കുകയാണ്. നമ്മളിനിയിപ്പോൾ ഇതിൽ കയറിയിട്ട് നേരെ വീട്ടിലോട്ട് പോവുക, കൊല്ലം ജംഗ്ഷനിലോട്ട് പോവുക. അപ്പം ഇനിയിപ്പം ഒരുപാട് സ്റ്റേഷൻസിൽ സ്റ്റോപ്സ് ഉണ്ട് ഈ ട്രെയിന്. ഒരു 9 മണിയൊക്കെ ആവും കൊല്ലം ജംഗ്ഷനിലേക്ക് എത്താൻ. പിന്നെ വലിയ വണ്ടികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സ്റ്റേഷൻസിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടേക്കും. അപ്പോൾ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ യാത്ര ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നല്ല ജെന്യൂനായിട്ട് കമൻറ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ.